MC 412/18 ഹംസ ആമിന. എന്താടോ ഹംസ, ആദ്യ ഭാര്യയ്ക്ക് നീ ചെലവ് കൊടുക്കണ്ടേ? പിന്നെന്തിനാ നിങ്ങൾ രണ്ടാമത് കെട്ടിയത്? തമാശ കളിക്ക? ലേശം ടൈറ്റാനെ കൊണ്ടാ. എത്രയാ? 5,000 per month, Your Honor. അത്രയും കൊടുക്കാൻ പറ്റില്ലടോ. നിങ്ങളൊന്ന് താഴേക്ക് വന്നു. ഞാനോ? അയ്യോ, സാറ് വരാനല്ല. 5,000 റുപ്യ ഒന്ന് താഴേക്ക് വാ. ഓ 5,000 റുപ്യ കൊടുത്താ മറ്റോ 5,000 റുപ്യ കൊടുക്കണം. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് തിന്നണ്ടേ, കുടിക്കണ്ടേ, പോട്ടെ, പെട്രോൾ അടിക്കണ്ടേ വണ്ടിക്ക്. 5,000 റുപ്യ ഒന്ന് താഴേക്ക് വന്നിട്ട് ഒരു 1,500 റുപ്യ. 1,500? നിങ്ങൾക്കൊരു കെട്ടിയോളല്ലേ, ഓറെ നോക്കാൻ പറ്റുന്ന പാട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ 2 കെട്ടി എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 500 റുപ്യയും കൂടി കൂട്ടി ഒരു 2,000 റുപ്യക്ക് കൂടെ ഉറപ്പിച്ചേക്ക്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അഡ്ജസ്റ്റ്മെന്റോ? ഇവിടെയോ? ഹംസ ഒരു കാര്യം ചെയ്യും, ആ പറയിലോട്ട് പോയി നിൽക്ക്. നിങ്ങൾ എന്താ സാറേ ഇത് പറയണ മനസ്സിലാക്കി? ഇങ്ങോട്ട് ഇറങ്ങോട്ടോ. OP 160/18 പെറ്റീഷണർ സജിത് കുമാർ അമ്മണിപ്പിള്ള, റെസ്പോണ്ടന്റ് കാന്തി ശിവദാസൻ. RP, ഓ ഉഷാറല്ലേ? ഓ, പുതിയ വണ്ടി എടുത്താ? ക്രിസ്റ്റയില് പോണുണ്ട്. ഏടുന്ന് അനിയന്റെ അപ്പ ഉമ്മക്ക് ഇടുന്ന അനുമത പൈസ. യുവർ ഓണർ, കക്ഷികളവിടെ? പ്ലീസ് ഗ്രാൻഡ് അ ഡേറ്റ് ഫോർ കൗൺസിലിംഗ് സർ. 1 വർഷം ആയാലേ ഉള്ളൂ, സംസാരിച്ച് തീർത്തൂടെ? RP, ഓ ഇങ്ങനാണെങ്കിൽ നമ്മൾ എത്ര വട്ടം ഡിവോഴ്സ് ചെയ്യണം? ഓക്കെ, കൗൺസിലിംഗ് വിടാം, എനിക്കെന്താ. നെക്സ്റ്റ്. OP 210/18 കക്ഷി സതീഷ്, എതിർകക്ഷി ലീല സതീഷ്. मेरे सनम प्यार का किताब लंदा है, दिल के मिल के पानी करार तरह है, मैं पानी तरह है. शाहजहान की प्रेम अच्छा है, रमणन का प्रेम ही कष्ट है से है. शाहजहान की प्रेम अच्छा है, रमणन का प्रेम ही कष्ट कैसे है. ആ രമണൻ കാ പ്രേമ കഷ്ട് കഷ്ട് കുറച്ചുകൂടെ പെയിൻ ദർദ് വരണം. ഓക്കെ, റെഡി? 1 more. രമണൻ തൊട്ടേ. ഓക്കെ, 1 2 3 4. വക്കീലെ, എനിക്ക് എന്തിനാണ് കൗൺസിലിംഗ്? അതൊന്നും വേണ്ടപ്പാ, എനിക്ക് ഡൈവോഴ്സ് വാങ്ങിത്താ. എന്തെന്ന് വേണ്ട, എടുത്ത് കോടതി പ്രൊസീജിയറാണ്. ഇനി ചോദിക്കുമ്പോ അപ്പാടെ എടുത്തരുന്ന കിണ്ണത്തപ്പാന്ന്. പിച്ചുവേഷൻസ് വായി ഒന്നുകൂടെ എടുക്കാം. ഓക്കെ ചേട്ടാ, റെഡി? കണ്ടിന്യൂ. ഓക്കെ. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ഓര് നിന്നെ മാക്സിമം ഡൗൺ ആക്കാൻ ട്രൈ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ഓർക്ക് പിടി കൊടുക്കരുത്. ഇനി ആടെ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആടെ എന്ത് പറയും? ആടെ എന്ത് വേണേലും പറഞ്ഞു. വേണ ഒരു 3-4 തെറിയും പറഞ്ഞു. തെറിയാ? എനിക്ക് തെറി അറിയൂല. തെറി വേണമെങ്കിൽ മുകേഷ് പഠിപ്പിച്ചു തരും. അല്ല മുകേഷ്, പിന്നെ ഏത് ടൈപ്പ് ഇടാൻ പറഞ്ഞാൽ മതി. കുറച്ചുകൂടെ നമുക്ക് ഫീൽ ഒന്നും. ഇനി ആടെ കത്തി കയറണം, ഒരെമ്മ നമ്പിയാരെ പോലെ. അതാരാ? ഇതൊന്നും ഓഫാക്കാൻ പറ്റും. പ്രതിവേട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. താങ്ക് യു. ഇങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയെടുക്കാം. 2 3 4. നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണേലും തുറന്ന് സംസാരിക്കാം. ഞാനതൊന്നും എഴുതോ റെക്കോർഡ് ചെയ്യോ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ വക്കീലന്മാരെയൊക്കെ നിങ്ങൾ വിട്ടേക്ക്, അവർക്ക് നിങ്ങളുടെ അതിന് ഫീസ് ഉണ്ടാക്കണം. ഇത് നിങ്ങളുടെ മാത്രം ലൈഫാണ്, അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. നമുക്കൊരു ചായ അടിച്ചിട്ട് വരാപ്പാ. അതിന് സമയം എടുക്കൂലെന്ന്. നിങ്ങളെ ടെൻഷൻ എന്താ നമുക്ക് തിരിഞ്ഞിനി? അതിന്റെ ഉള്ളിൽ വെച്ചാ ചെക്കന വെച്ചാ മനസ്സ് വേറെ ഒരു വീണ്ടും ഒരു വെച്ചാ കഥ കഴിച്ചില്ലേ? ഫീസ് കോപിയാവൂലേ?
ഇനി വന്നാട്ട് മോനെ ബാ ചായ വെച്ചാൽ വക്കീലെ പണിയായി കിട്ടാ നാളെ ചെക്കനേടെന്ന് ആര് ആരെന്ന് എന്തെന്നു വേണ്ട എന്തെന്നാ പറഞ്ഞോളൂ, തുറന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം ഫ്ലോ ചെയ്യട്ടെ, അതെന്താണെങ്കിലും. ചേടാ കമോൺ അമ്മണി പറയൂ. ആരാണ് പറഞ്ഞ അമ്മണി? നിങ്ങളുടെ മടിയിരുത്തി എനിക്ക് പേരിട്ട അല്ല, നിങ്ങളുടെ കുട്ടീനെ വിളിച്ചോടാ അമ്മണിന്ന്. ഉണ്ടക്കണ്ണച്ചി, എനിക്ക് നിങ്ങളുടെ ഉലക്കമേലത്തെ കൗൺസിലിംഗ് വേണ്ട, ഇളുവാട്ടൊരു ലൈഫും വേണ്ട. നിങ്ങൾക്കറിയോ കെട്ടിയന്റെ 4 ദിവസം വേണ്ടാത്ത ഗുളിക മേടിക്കാൻ വിട്ടോളാ. തീറ്റി ഒറ്റ വിചാരമേ ഉള്ളൂ. തടിച്ചു പാറും. ശാസ്തേ റിലാക്സ് റിലാക്സ്, നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. ആദ്യം ഇരിക്കും. നിങ്ങളൊരു കുന്തം ഉണ്ടാക്കണ്ട, ഒരു വലിയ മദർ തെരേസ വന്നിരിക്കുന്നു. ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം, തിരിഞ്ഞിനാ. ഇഞ്ഞാരാണോ? ഞാൻ അവന്റെ വക്കീലാണോ അവന്റെ കക്ഷിയാണ്? അത് പറ. ഇഞ്ഞാലും കൂടെ ഈ പരുവത്തിലാക്കല്ലേ? ഓന്റെ കല്യാണം കഴിപ്പിച്ച നമ്മളാ, നമുക്കറിയാം ഓനെങ്ങനെ ജീവിക്കേണ്ടത്. അതിൽ നീ ഇടപെടണം കേട്ടോ. നീ വരുന്നുണ്ടെങ്കിൽ ഓളെയും കൂട്ടി വന്നാൽ മതി, അല്ലെങ്കിൽ ആ പറമ്പിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. കേട്ടിനാ? കേട്ടിക്കടാ.